നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ ദേവുട്ടി, സ്വപ്നം വല്ലതും കണ്ടോ? പ്രാർത്ഥിച്ചിട്ട് കിടക്കൂട്ടി. ഒരുപാട് ആശങ്കകൾ മനസ്സിൽ കിടന്ന് നേറുന്നുണ്ട് അല്ലേ? സ്വപ്നം ചിലർക്ക് ചില കാലം ഒത്തിടും എന്നാണ് പ്രമാണം. അത് ചില കാലത്ത് മാത്രമാണ്. ചിലപ്പോ എപ്പോഴും സ്വപ്നം ഫലിക്കുന്നില്ല. സ്വപ്നത്തിൽ കണ്ടതൊക്കെയും സംഭവിക്കുന്നുമില്ല. സന്ദീപ് സ്വന്തമല്ലെങ്കിലും അന്യനല്ല എന്നൊരു ചിന്ത മനസ്സിൽ കുരുത്തിരിക്കുന്നു. ഇല്ല, അതൊരു സത്യമാണ്. എത്രയോ ആൾക്കാരെ നമ്മൾ സ്നേഹപൂർവ്വം മനസ്സിൽ സ്വീകരിക്കുന്നു. അവരൊക്കെ നമ്മുടെ സ്വന്തം അല്ലെങ്കിലും നമുക്ക് പ്രിയപ്പെട്ടവരാണ്. സന്ദീപും ആ നിലയിൽ നിനക്ക് പ്രിയപ്പെട്ടവനാണ്. സ്വന്തമാക്കാൻ ആശയില്ലെങ്കിലും അവന് മോശം വരരുതെന്ന് നീ പ്രാർത്ഥിക്കുന്നുണ്ട്. നോക്കൂ, ഒരു സ്ത്രീയുടെ പ്രാർത്ഥന എന്നെന്നും പുരുഷന് കവചമാണ്. പുരുഷന്റെ നന്മ മാത്രമല്ല അതിനാധാരം. ദുർമൂർത്തികളായ പുരുഷന്മാർ പോലും സ്ത്രീയുടെ പ്രാർത്ഥനയുടെ കരുതലിന്റെ കവചം കൊണ്ട് രക്ഷപ്പെടുന്നു. ജലന്ധരൻ എന്നൊരു അസുരനെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? ജലന്ധരൻ എല്ലാ ദുഷ്ടതകളുടെയും മൂർത്തിഭാവമായിരുന്നു. അവനെ നശിപ്പിക്കേണ്ടത് പ്രപഞ്ചത്തിന് തന്നെ ആവശ്യമായിരുന്നു. ഭഗവാൻ മഹാദേവൻ ആ ദൗത്യമേറ്റെടുത്ത് പുറപ്പെട്ടു. പക്ഷേ ഭഗവാന് പോലും ആദ്യം അവനെ ജയിക്കാനായില്ല. എന്താ കാരണമെന്നറിയോ? അവന്റെ ഭാര്യയുടെ തപസ്, പ്രാർത്ഥന. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു സ്ത്രീയുടെ, അത് ഭാര്യയുടേതാവണമെന്നില്ല, അമ്മയുടെ ആവാം, സഹോദരിയുടെ ആവാം, സുഹൃത്തിന്റെ ആവാം, അവന്റെ നന്മ ആഗ്രഹിക്കുന്ന ഏതൊരാളും ആവാം. അങ്ങനെ ഒരു സ്ത്രീയുടെ പ്രാർത്ഥനയുണ്ടെങ്കിൽ പുരുഷൻ ഏതൊരു അഗ്നിനാളത്തിനുള്ളിലായാലും സുരക്ഷിതനായിത്തീരും. ദേവി, ഞാൻ ഇന്നലെ കണ്ട സ്വപ്നം ഒരു വിധത്തിലും സംഭവിക്കരുതേ. സന്ദീപ് എനിക്ക് ആരുമല്ല, ആരെങ്കിലും ആകണമെന്ന് ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിനൊന്നും സംഭവിച്ചുകൂടാ. എന്റെ ഈ പ്രാർത്ഥന കൈക്കൊള്ളണേ. സന്ദീപിന് അപകടം വരാതെ കാക്കണേ ദേവി.
ഉള്ള സ്ഥാപനങ്ങളെ നടത്തിക്കൊണ്ടുപോകാൻ തന്നെ ഇവിടെ ആളില്ല. എല്ലാത്തിന്റെ അവകാശിയായവൻ കാടാറ് മാസമായിട്ട് അന്യനാട്ടിൽ പോയി കിടക്കുന്നു. പിന്നെ എന്തിനാ പുതിയ ഇൻവെസ്റ്റ്മെന്റ്? ഉള്ളതൊക്കെ നോക്കി നടത്തിയാ മതിയെന്ന് തമ്പിയോട് പറ. അത് പറയാമേ. ഞാൻ മുരളി ഒന്ന് വിളിക്കട്ടെ. അവന്റെ വിശേഷങ്ങൾ അറിയണമെങ്കിൽ അയാളെ വിളിച്ചാലല്ലേ പറ്റൂ. ഹലോ മാഡം. ആ മുരളി, സന്ദീപിനെ കണ്ടിരുന്നോ? 2 ദിവസമായി മാഡം. അവനിപ്പോഴും ഹോട്ടലിലെ ജോലിക്ക് പോകുന്നുണ്ടല്ലേ? ഉണ്ട് മാഡം, അവിടെ തന്നെ ഉണ്ട്. ഞാൻ എത്ര തവണ തന്നോട് പറഞ്ഞതാ അവൻ ആ ജോലിയിൽ നിന്ന് മാറ്റാൻ. എന്നിട്ട് താനത് അനുസരിച്ചോ? മാഡം, ഞാൻ പോയി പറഞ്ഞു, കാല് പിടിച്ചു, കരഞ്ഞു കാണിച്ചു. എന്തേറ്റും സാർ അനുസരിക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാ മാഡം? പിടിച്ചിറക്കി കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. നിനക്ക് ആ ഹോട്ടൽ ഉടമയോടൊന്ന് പറഞ്ഞൂടെ, അവൻ ഈ ജോലിയൊന്നും ചെയ്യേണ്ടവനല്ല, അവൻ അതിൽ നിന്നും പറഞ്ഞു വിടണോന്ന്? അവിടെ നിന്ന് പറഞ്ഞു വിട്ടാ സാർ അതിലും മോശപ്പെട്ട എന്തെങ്കിലും ജോലിക്ക് പോകും. ആ ഹോട്ടലുടമ എനിക്ക് നന്നായി അറിയാം. അയാളൊരു മര്യാദക്കാരനാണ്. വേറെ വല്ലയിടത്തും പോയി പെട്ട ഈ മര്യാദയൊന്നും കിട്ടണമെന്നില്ല മാഡം. നീ അവന് പണം കൊടുത്തായിരുന്നോ? ഇല്ല മാഡം, അതുകൊണ്ട് ഞാൻ പുറകെ നടന്നു. അത് ഞാൻ എടുത്തോ എന്നാ പറയുന്നത്. എനിക്ക് പറയാനല്ലാതെ മറ്റൊന്നും കഴിയില്ലല്ലോ മാഡം. എന്തായാലും ഈ 2 കാര്യത്തിലും തീരുമാനം ഉണ്ടാകണം. ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ഹോട്ടലിലെ ജോലിയാ. അറിയാവുന്ന ആരെങ്കിലും വന്ന് കണ്ട ഇതിൽ പരം വേറൊരു നാണക്കേടുണ്ടോ? അതിനൊരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ നിന്റെ ജോലിയുടെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം ഉണ്ടാക്കേണ്ടി വരുവേ. മാഡം മാഡം വെറുതെ എന്തിനാ അയാളെ പഴിക്കുന്നേ? സന്ദീപിനെ അനുസരിപ്പിക്കാൻ എനിക്കും നിനക്കും കഴിയുന്നില്ല. പിന്നെ എങ്ങനെ അയാൾക്ക് കഴിയും? അങ്ങനെ വരുമ്പോ എപ്പോഴും അവന്റെ മേലൊരു കണ്ണുണ്ടാവുമല്ലോ. അത്രേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പറ്റില്ല പറ്റില്ല പറ്റില്ല. ശാന്തിനി, നീ എന്റെ ആഗ്രഹങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കണം. വിവാഹം ഏകപക്ഷീയമായ ഒരു അഗ്രിമെന്റ് ഒന്നുമല്ല. അതില് പങ്കാളികളാവുന്ന 2 പേർക്കും തുല്യമായ പങ്കാളിത്തമാണ്. 2 പേരുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും അനുസരിച്ച് വേണം അവിടെ തീരുമാനങ്ങൾ ഉണ്ടാവാൻ. നിങ്ങൾ എന്ത് തത്വം പറഞ്ഞാലും നമുക്കിനി ഒരു കുഞ്ഞുണ്ടാവില്ല. എനിക്കതിന് താല്പര്യമില്ല. എന്തുകൊണ്ട് നീ ഒരു കുഞ്ഞിന് താല്പര്യം കാണിക്കുന്നില്ല? അത് പറ. എന്തിനും ഒരു കാരണം വേണമല്ലോ. നിങ്ങളുടെ ഒരു കുഞ്ഞിനെ കൂടി സഹിക്കാൻ എനിക്കിനി വയ്യ. അത് തന്നെയാ കാരണം. കുഞ്ഞിനെ കൂടി സഹിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോ വേറെ എന്തോ നീ സഹിക്കുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? അതേലോ, ഞാൻ സഹിക്കുന്നുണ്ടല്ലോ. എന്ത്? ദേ, നിങ്ങളുടെ അമ്മ ആ തള്ളയെ കൊണ്ട് തന്നെ ഞാൻ സഹിക്കട്ടിരിക്കുക. പിന്നെയാ ഇനിയൊരു പിള്ള. ഇനി അങ്ങനൊരു കുട്ടി കൂടിയേ തീരുമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ എന്നെ അങ്ങ് ഡൈവേഴ്സ് ചെയ്. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി പെറാൻ മനസ്സുള്ള വേറെ ആരെങ്കിലും കല്യാണം കഴിക്കേ. ശാന്തിനി, വളരെ ചെറിയൊരു വിഷയമാണ് നീ ഇങ്ങനെ സംസാരിച്ച് വഷളാക്കുന്നത്. ഒരു കുഞ്ഞു വേണമെന്ന് ഞാനങ്ങ് ചുമ്മാ ആഗ്രഹിച്ചാലുടൻ കുഞ്ഞുണ്ടാവില്ലല്ലോ. അതിന് നിന്റെ സമ്മതവും സന്നദ്ധതയും പങ്കാളിത്തവും ഒക്കെ വേണം. നീ തീരുമാനിക്കണം.